അർജുൻ, മമ്മി എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുറച്ച് നാൾ ഡോക്ടർ മാത്യുവിൻ്റെ കൂടെ നിൽക്കേ, പിന്നീട് നമുക്ക് നോക്കിയിട്ട് എന്താ വേണ്ടത് ചെയ്യാം. അതെ, ഓക്കെ മമ്മി. അർജുൻ, നീ ഇറങ്ങാണോ? അതെ ഏട്ടാ, വെറുതെ സമയം കളയണ്ടല്ലോ, ഞാൻ പ്രാക്ടീസ് തുടങ്ങാന്ന് വെച്ചു. നല്ല കാര്യം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ത്രിവേണി, ആവണി പറഞ്ഞു മോള് വീട്ടിൽ പോയെന്ന്. ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയതാ. ചേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാ തിരിച്ചു വന്നേ. നീ എന്താടി ഇവിടെ? നിന്നോട് അച്ഛൻ്റെ അമ്മ അടുത്ത് പോയി നിൽക്കാനല്ലേ പറഞ്ഞത്? അതായിരുന്നു പ്ലാൻ, പക്ഷെ എനിക്കെന്തോ പറ്റണില്ല. ഇത്രയും വില്ലന്മാരോടെ നിൽക്കുമ്പോ ചേച്ചിയുടെ കൂടെ ഞാനും കൂടെ വേണം തോന്നി. അർജുൻ, നീ ഇറങ്ങാൻ നോക്കിയേ, ലേറ്റ് ആവുന്നു. നീ വഴി. പോവാൻ നോക്ക്. ഇവിടെ തിരിച്ചു വരുന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കായിരുന്നു. ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യും? വെല്ലുമിച്ചി, എന്താ വെല്ലുമിച്ചി? ഇല്ല വെല്ലുമിച്ചി, അങ്ങനെ പറയല്ലോ വെല്ലുമിച്ചി. അർജുൻ മോനെ, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ പോവാണെന്ന് ചോദിച്ച് വെല്ലുമിച്ചന്റെ മുമ്പിൽ ഒന്ന് കരയാ മമ്മി. എന്നോട് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറയാ. വെല്ലുമിച്ചി ഇങ്ങനെ കരയണ കണ്ട് എനിക്ക് പോവാൻ പറ്റില്ല മമ്മി. ഇല്ല വെല്ലുമിച്ചി, ഇനി വെല്ലുമിച്ചി പറയാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. പപ്പ, മമ്മി, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാം. അതല്ല, വെല്ലുമിച്ച കരച്ചിൽ മൈൻഡ് ആക്കാതെ ഞാൻ പോണെന്നാണ് പപ്പയും മമ്മിയും പറയുന്നതെങ്കിൽ ഞാൻ പോവാം. അർജുൻ മോനെ, വേണ്ട. നീ 2 ദിവസം കഴിഞ്ഞ് സമാധാനത്തിൽ പോയാൽ മതി. ചേച്ചിയുടെ സന്തോഷമല്ലേ നമുക്ക് എല്ലാവർക്കും വലുത്. പോട്ടെ മമ്മി. കിഷോർ, നിങ്ങൾ ഡോക്ടർ മാത്യുവിനെ വിളിച്ച് പറഞ്ഞേരേ, അർജുൻ കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഞാൻ പറഞ്ഞേക്കാം. കിഷോറേട്ടാ, ഈ അമ്മ കരയുന്നതൊക്കെ അർജുന് കാണാൻ പറ്റുമോ? പറ്റുമായിരിക്കും. യശോദമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഈ ആത്മാക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണല്ലോ വിശ്വാസം. Rega, rega, maga, 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 rega, rega, rega.